മനുഷ്യർ നിർമ്മിച്ച ഭയപ്പെടുത്തുന്ന കഥകളേക്കാൾ ഭയാനകമാണ് ഈ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങൾ. ലോകത്തിലെവിടേക്കോ ചില മരങ്ങളുണ്ട്, ചില വഴികളുണ്ട്, അവിടെ മനുഷ്യൻ കാലുകുത്തിയാൽ പിന്നെ അവൻ തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു കഥയല്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഇന്നും ആരും രാത്രി ഒറ്റയ്ക്ക് പോകാൻ ഭയക്കുന്ന, ശാപം കിട്ടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ദി ഡെവിൾസ് ട്രീ എന്ന വൃക്ഷത്തിൻ്റെ ഭയാനകമായ യഥാർത്ഥ സത്യമാണ്. എന്താണ് ആ മരത്തിന് ചുറ്റും സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ന്യൂജേഴ്സിയിലെ സോമർസെറ്റ് കൗണ്ടിയിലുള്ള ബർണാഡസ്വില്ലെ എന്ന സ്ഥലത്താണ് ഈ വിചിത്രമായ മരം സ്ഥിതി ചെയ്യുന്നത്. പുറമെ നിന്ന് നോക്കിയാൽ സാധാരണ ഒരു മരമെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ചോരയിൽ മുങ്ങിയൊരു കറുത്ത ചരിത്രമുണ്ട്. 1920കളിൽ അമേരിക്ക വംശീയ അധിക്ഷേപവും ആക്രമണങ്ങളും നടന്നിരുന്ന കുക്ലക്സ് ക്ലാൻ എന്ന കുപ്രസിദ്ധമായ രഹസ്യ സംഘടന ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരുന്നത് ഈ മരത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം, അതായത് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ, പ്രദേശവാസികളായ നിരവധി ആളുകൾ ഈ മരത്തിൻ്റെ കൊമ്പിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇതൊരു കഥയല്ലെന്ന് തെളിയിക്കുന്നതാണ് അവിടെ എത്തിയ ആളുകൾക്കുണ്ടായ അനുഭവം. ഈ മരത്തിന് ചില അതിമാനുഷിക പ്രകൃതങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. മഞ്ഞിൻ്റെ സാന്നിധ്യമില്ലായ്മ. ന്യൂജേഴ്സിയിൽ കഠിനമായ മഞ്ഞുവീഴ്ചയുള്ള സമയത്ത് ചുറ്റുമുള്ള എല്ലാ മരങ്ങളിലും നിലത്തും മഞ്ഞ് വീണ് മൂടുമ്പോൾ ഈ ഡെവിൾസ് ട്രീയുടെ മുകളിൽ മാത്രം മഞ്ഞ് വീഴില്ല. അതിന് ചുറ്റുമുള്ള മണ്ണ് എപ്പോഴും ചൂടുള്ളതായിരിക്കും. കാവൽ നിൽക്കുന്ന കറുത്ത കാർ. രാത്രി സമയങ്ങളിൽ ആരെങ്കിലും ഈ മരത്തിനടുത്തേക്ക് പോയാൽ ദൂരെ നിന്ന് ഒരു പഴയ കറുത്ത ഫോർഡ് കാർ അവരെ പിന്തുടരുന്നതായി പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അതിർത്തി കടന്നാൽ ആ കാർ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. മരത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചവർക്ക് സംഭവിച്ചത്, ഈ ശാപം അവസാനിപ്പിക്കാൻ ചിലർ മഴവും ഇലക്ട്രിക് സോയും ഉപയോഗിച്ച് മരം മുറിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ മരം മുറിക്കാൻ ശ്രമിച്ച ഓരോരുത്തരും ദിവസങ്ങൾക്കുള്ളിൽ ദുരൂഹമായ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുകയോ പെട്ടെന്ന് രോഗബാധിതരാകുകയോ ചെയ്തു. ഇന്ന് അധികാരികൾ ഈ മരത്തിന് ചുറ്റും വലിയ ചങ്ങലകളും കമ്പിവേലികളും കെട്ടിപ്പൂട്ടിയിരിക്കുകയാണ്, ആളുകൾ ഇതിനടുത്ത് പോകാതിരിക്കാൻ. എങ്കിലും ഇന്നും രാത്രികളിൽ ഈ മരത്തിനടുത്ത് നിന്ന് വിചിത്രമായ കരച്ചിൽ ശബ്ദങ്ങളും ശ്വാസമെടുക്കുന്ന ശബ്ദങ്ങളും കേൾക്കാമെന്ന് അവിടെ പോയ പാരാനോർമൽ ഗവേഷകർ ആവശ്യപ്പെടുന്നു. ഇത് മനുഷ്യന് വെറുമൊരു ഭയം മാത്രമാണോ, അതോ ആ മരത്തിൽ മരിച്ചുപോയ നൂറുകണക്കിന് ആത്മാക്കളുടെ സാന്നിധ്യം ഇന്നും ബാക്കിയുണ്ടോ? സയൻസിന് ഇന്നും ഇതിനൊരു വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇത്തരം യഥാർത്ഥ ഹൊറർ അനുഭവങ്ങളിലോ റിയൽ സ്റ്റോറികളിലോ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള അടുത്ത ഒരു റിയൽ മിസ്റ്ററിയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.